അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. പിന്നെ വെള്ളിയാഴ്ച എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ SLC റിസൾട്ടും വന്നതല്ലേ. ബ്രോൻ്റെ മോൾക്ക് 8 A+ഉം 2 Aയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ അടുത്തേക്കും ഒന്ന് പോകണം വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാളടുത്തേക്കും പോകുന്ന ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഫസ്റ്റ് ഞാൻ മോൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവന് ചട്ടഞ്ചെല്ലാന്നുള്ളത്. അപ്പോൾ അവിടത്തേക്ക് പോയിട്ടൊന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഫെറാറോ ഒന്ന് ചെറുവത്തൂരിന്ന് വാങ്ങിയിട്ട് പോയതാണ്. അപ്പോൾ മോള് പറഞ്ഞ് പോപ്പറും പിന്നെ സ്പ്രേ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബലൂണും ബർത്ത്ഡേൻ്റെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് അതൊന്ന് പറയുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം അതൊന്ന് കുറച്ച് പറഞ്ഞുതരാം. എല്ലാം ഇതിൽ പറയാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഫസ്റ്റ് ഞാൻ ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അത് ഞാൻ ഇങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഡ്രൈവിങ്ങും പഠിച്ചത്. അനിയത്തിൻ്റെ അനിയത്തിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കുറേ നോക്കിയിട്ട് അവൾക്ക് എങ്ങനെയും സ്കൂട്ടി പഠിക്കാൻ പറ്റാതിരുന്നപ്പം വണ്ടി വീട്ടിൽ ഇട്ടിട്ട് അവൻ മലേഷ്യയിലേക്ക് പോകുമ്പം ഇവിടെ വണ്ടി വെച്ചിട്ട് പോയിട്ട് പഠിക്കുകയോ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് പോയത്. ഓൻ പോയിട്ട് 1 മാസം വരെ നമ്മൾ വണ്ടി തൊടിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എനിക്കിങ്ങനെ വണ്ടി പഠിക്കണം എന്നില്ല ഒരു ഇതും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ അവൾ പറഞ്ഞു നമുക്ക് സ്കൂട്ടി ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞ്. രണ്ടാളും ഒരു ഈലെത്തിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു നീ എന്നെ പിടിക്കണം, ഞാൻ നിന്നെയും പിടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കയറി വണ്ടിയിൽ ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ട് ഓള് ബേക്കിൽ പിടിച്ചിട്ട് മെല്ലെ ഉരുട്ടി കളിച്ച്. പിന്നെ ഞാൻ സ്പീഡിലങ്ങ് പോകുമ്പോൾ ഓള് വണ്ടി ബേക്കിൽ നിന്ന് അങ്ങ് വലിച്ച്. അതുപോലെ തന്നെ ഓളെയും ഞാനങ്ങനെ ചിരിച്ച് ഞങ്ങൾ മണ്ണ് തപ്പീന്. അങ്ങനെ കുറേ ടൈം എടുത്ത് ആ ദിവസം ഇങ്ങനെ അതും കൊണ്ട് ഉരുട്ടി കളിച്ച്. അന്ന് വൈകുന്നേരം പറഞ്ഞു നമുക്ക് രാവിലെ ഗ്രൗണ്ടിൽ പോയിട്ട് ഓടിക്കാം, രണ്ടാളെന്തായാലും ഡബിൾ പഠിക്കണം. ഇനി പോകുമ്പോൾ ഞാനും വരും, ഞാൻ പോകുമ്പോൾ നീയും വരുമല്ലോ. അപ്പോൾ രണ്ടാളില്ലാണ്ട് എന്തായാലും നമ്മൾ പോകില്ല. അപ്പോൾ നമുക്ക് ഡബിൾ എടുക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താക്കി, ഞാൻ ഓളെ കയറ്റിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോയി. അതേപോലെ തന്നെ തിരിച്ച് വരുമ്പോൾ ഓളെ എന്നെ കയറ്റിയിട്ട് റോഡും ബല നമുക്ക് അതിൻ്റെ ABCD വരെ അറിയില്ല വണ്ടീൻ്റെ. പക്ഷേങ്കിൽ നല്ല ധൈര്യത്തിൽ നമ്മൾ ആ വണ്ടി എടുത്തിട്ട് റോഡ് മലയെ കൂടി തന്നെ ഗ്രൗണ്ടിൽ പോയിട്ട് അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഓടിച്ച് കളിക്കും. അവിടെ ഫുട്ബോൾ കളിക്കുന്നതും അങ്ങനെ എല്ലാ ആളുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ കാറ് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരു സൈഡിൽ ഞങ്ങൾ സ്കൂട്ടിയും പഠിച്ച്. പിറ്റേ 2ാമത്തെ ദിവസം ആ സ്കൂട്ടി എടുത്തിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടുകളൊപ്പരം അവർ വണ്ടി മുന്നേ എടുക്കുന്ന തന്നെ. പിന്നെ എന്നിട്ട് നടക്കാവിലെത്തിയപ്പം കുതിനൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വളവിൽ ഞാൻ എത്ര ടൈം നിന്നെന്നറിയോ. വണ്ടി പോയിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അറിയില്ല, അതിൻ്റെ ABCD എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേങ്കിൽ എന്നിട്ടും ഞാൻ 2ാമത്തെ ദിവസം വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോയി. 3ാമത്തെ ദിവസം വണ്ടി എടുത്തിട്ട് മദ്രസയിൽ മീറ്റിംഗ് ഉണ്ടായിനി മോളെ. അപ്പോൾ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇൻ്റർലോക്കിലേക്ക് കയറുമ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടണം. കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്, പിന്നെ സ്ലോ ആക്കണ്ടേ. ആ സ്ലോ ആക്കിയിട്ട് നേരെ പോയിട്ട് എൻ്റെ റൂമിൻ്റെ മതിലിന് കൊണ്ടുപോയിട്ട് വണ്ടി അങ്ങ് അടിച്ചിട്ട് ഞാനും വണ്ടിയൊക്കെ വീണ്. വണ്ടി അവിടെ ചാടീന്. ഞാൻ ഓടി ഉള്ളിലേക്ക് കയറീന്. പക്ഷെ കാക്കാന്ന് വെച്ചടിച്ചെന്ന് വിചാരിച്ചത് കാല് പൊളിഞ്ഞെന്നാണ് വിചാരിച്ചത്. ഉപ്പ നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല പോലെ കാലൊക്കെ തടയി തന്ന് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് കൈക്കാന്ന് പണിയിട്ടെന്ന് പറഞ്ഞ് എൻ്റെ കൈ പൊളിഞ്ഞിട്ട് 2.5 മാസം പ്ലാസ്റ്റർ ഇട്ടിന്. മജ്ജയില്ല കൈയിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെടുക്കുന്നു. പിന്നെ വേറെ ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞ് എത്ര മാസം കൊണ്ടാണ് ശരിയാന്ന്, അത്ര മാസം കൈക്ക് പിന്നെ പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞ്. അങ്ങനെ 2.5 മാസം കൊണ്ടാണ് കൈയിൻ്റെ ശരിയായത്. അന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് അവിടെ വെച്ചോ, വണ്ടി തന്നെ എടുക്കണ്ട, എനിക്ക് വണ്ടി പറ്റൂലെന്ന്. പിന്നെ അനിയത്തി അപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിനി. ഓള് പിന്നെ അത് നിർത്തിയിട്ടില്ല. ഓളെ ഹസ്ബൻഡ് പറഞ്ഞ് അങ്ങനെ തന്നെ എടുത്തോന്ന് പറഞ്ഞിട്ട് ആൾ നല്ല സപ്പോർട്ട് ഇട്ടുണ്ട്. അനിയത്തി എന്താക്കി വണ്ടി പഠിച്ച് റോഡിലേക്ക് ഓട്ടാൻ തുടങ്ങി. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് മോൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അവൻ പള്ളിയിലായിരുന്നു. പിന്നെ ഞാനും അനിയത്തിയും മാത്രം അങ്ങോട്ട് പോയത്. സ്കൂട്ടിയും കൊണ്ട് വന്നതാണെന്നാണ് അവനോട് പറഞ്ഞത്. ഇവരൊക്കെ ഉള്ളത് അവനറിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ അനിയത്തിയുടെ മോനുണ്ട് ഉദുമയിൽ, അവൻ ഹുദവിക്ക് അടിക്കുന്നതാണ്. ഓനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ചട്ടഞ്ചലിലേക്ക് പോയത്. അങ്ങനെ നമ്മളൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുത്തരം അവൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ്
കഴിഞ്ഞതിന് ശേഷമാണ് ഓനെ സർപ്രൈസ് ആക്കിയത്. നമ്മൾ പറഞ്ഞു നമ്മൾ നിസ്കരിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ട സ്ഥലത്ത് പോയിട്ട് നമ്മളും നിസ്കരിച്ചിട്ട് അവിടെ വെയിറ്റ് ആക്കി ഇവരെ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് സർപ്രൈസ് കൊടുത്തത്. ഇവരൊന്നും ഇല്ലത് അവൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ ഇവരെ കൂട്ടിയിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് വന്നതാണ്. ആള് നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്, ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നേ പറയുന്നുണ്ട് ഐഫോൺ എന്ന്, പക്ഷേങ്കിൽ വാങ്ങി കൊടുക്കുന്ന ഓനൊരിക്കലും വിചാരിച്ചിട്ടില്ല. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നെക്കൊണ്ട് അതിന് സാധിച്ചു. പിന്നെ ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് അതിനെനിക്കൊരു ധൈര്യം കിട്ടിയതും അത് വാങ്ങിക്കൊടുത്തതും. ഇന്നേ വരെ ഓനെ ഇമോഷണലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ ആൾ ഇമോഷണൽ ആകലൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് കൊടുത്തപ്പോൾ നല്ലോണം ആൾ ഇമോഷണലായിട്ട് കരഞ്ഞു പോയി. അത് കണ്ട് ഞാനും കരഞ്ഞു, അനിയത്തിയും കരഞ്ഞു. അപ്പോൾ ഫുൾ കൂട്ടക്കരച്ചിലായി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. അവന് നല്ലോണം ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ബ്രോൻ്റെ വീട്ടിലേക്ക് പോകണം. അതിനിതാ ആദ്യം കേക്കിൻ്റെ കടയിലേക്ക് കയറിയിട്ടുണ്ട്. അവൾക്ക് പിന്നെ ഒരു ചെറിയൊരു കേക്ക് വാങ്ങിയത് ജസ്റ്റ് ഇങ്ങനെ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെ കേക്കൊക്കെ വാങ്ങി, പിന്നെ അവിടെ നിന്നൊരു പോപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരെ ഇതാ ബ്രോൻ്റെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ മോനിയായാലും ഇവർക്കായാലും ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ആരെയും കാണിക്കാത്തത്. പിന്നെ താല്പര്യമില്ലാത്ത ആളെ വെറുതെ വീഡിയോയിൽ ഇടാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എടുക്കാത്തത്. എൻ്റെ മോന് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പോസ്റ്റൊന്നും ഇടാണ്ടിരുന്നതും. പിന്നെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നെല്ലാവരും വിഷ് ചെയ്യുക, എൻ്റെ മോന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഉപരിക്കുന്ന മക്കളാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. അങ്ങനെ ഇതാ ബ്രോൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ അവിടെ എത്തുമ്പോൾ അവരുണ്ടായിട്ടില്ല, അവരെവിടെയോ പോയിട്ടാണ് ഉണ്ടായത്. ഇതാ പോയപാടും തന്നെ ഞങ്ങൾക്ക് കേക്ക് മുറിച്ച് തന്നു, വേറൊരു കേക്ക്. പിന്നെ അങ്ങനെ എല്ലാവരും കേക്ക് ഓരോ പീസ് എടുത്തിട്ട് തിന്നേന്ന്. എനിക്കങ്ങനെ വലിയ ഇഷ്ടമല്ല കേക്ക്, അതുകൊണ്ട് ഞാൻ ആ വലിയ പീസ് അവിടെ തന്നെ വെച്ചിട്ട് ഒരു ചെറിയ പീസ് അതിൽ നിന്ന് എടുത്തിട്ട് ഇവരോടൊക്കെ വേണമെന്ന് വയ്ക്കുന്നു. അവരവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഇതാ ലഡു ഉണ്ട്, പിന്നെ കേക്ക് ഉണ്ട്, പിന്നെ ഇതാ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവർ നല്ലൊരു ജ്യൂസാക്കി തന്നു. ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വന്നത്. ഫുഡൊന്നും കണ്ടപ്പോൾ പിന്നെ കൺട്രോൾ പോയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി. പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഞാൻ ഓർത്തത് അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ അൽഹംദുലില്ലാ രണ്ടുപേരെയും സന്തോഷിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമില്ലേ, അത് വേണമെന്നില്ലവർ കമൻറ്റ് ചെയ്യാത്തായ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ ഞാൻ എന്തായാലും അതിൻ്റെ ബാക്കി പറയുന്നതാണ്. ഫുള്ളും ഞാൻ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നലത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.